സ്ഫടികമണി നിഭം. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യകയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല. യാഗം നാം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? യാഗത്തിന്റെ വിജയസാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരിപ്പാട്. പാട് വേണ്ട, പരശു നമ്പൂരി നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണമെന്നില്ല, ഒന്നും ഉണ്ടാവില്ല. തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക. ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ ഇത് വഴിപാടായിട്ട് ഇത് പിടിക്കട്ടെ. എന്റെ ഭഗവാന്, വേറെ ആരുണ്ട്? പണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല മാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂരിയാ. ആള് ബഹുകേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ലല്ലോ. ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ഇല്ല. ഉണ്ട്. ഞാൻ ഓർക്കണോ, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ. എന്താ അവന്റെ പേര്? എന്താ അവന്റെ പേര്? ഓർമ്മയില്ല. ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഉണ്ണികൃഷ്ണൻ. ആ, അത് തന്നെ. യാഗം പിള്ളേര് കളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടൻ നമ്പൂരി. അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ? ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. നോക്കാം. കർക്കടകം, വൃശ്ചികം. ഇതിനു മേൽ മറ്റൊന്നും കാണുന്നില്ല. അത്രയ്ക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട്. വേണ്ട, പോന്നേരെ ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കണ്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു. വടക്ക് കിഴക്ക്. ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. ഈ ചെറു പ്രായത്തില് മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ. എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ? എന്റെ മുത്തശ്ശി, കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ. പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്രേ. കേട്ടപ്പോ സന്തോഷായി. കേട്ടാ. പക്ഷെ പൂജാകർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? സംഗീതജ്വരം പിടിച്ചിരിക്കുകയല്ലേ. ഏട്ടൻ വളയഞ്ചേർങ്ങര സംഗീത കോളേജിൽ പഠിക്കുക. അവിടെ ഒരു ലോഡ്ജിലെ താമസം. ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത് ഗൗളി ചലിച്ചപ്പോ മനസ്സിലായി. ഏത് കോളേജിലാന്നാ പറഞ്ഞത്? വളയഞ്ചേർങ്ങര. എന്റെ മോള് പഠിക്കുന്നത് അവിടെയാണല്ലോ. ദൂരത്തിരി കൂടുതലാ. ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. സാരില്ല, പുറപ്പെടുകയായി. ഉണ്ണിയെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കോളാം. പൊക്കാന്ന് പറഞ്ഞാ കൂട്ടി കൊണ്ടുപോകാന്നർത്ഥം. ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം, ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി. ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും. യാഗം ഉടനെ തുടങ്ങണേ. എന്നാ വരട്ടെ. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേത് സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കൊല്ലരുത്. സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്തതാ പെങ്ങന്മാരെ. കഴുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കഴുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്തുണ്ട് ആവശ്യം ചേട്ടാ? സമൂസ, മസാല, പഴംപൊരി, പരിപ്പ് വട. കുട്ടി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യത്തിൽ ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാനും ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയം എന്താ? സുലൈമാൻ. ആ, അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ. മേത്ത ചെറുക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായരിച്ചി. വൺവേലൈനാ. ഒന്ന് പോടി. നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയേണ്ട സംഗീതേ. ഉച്ച കഴിഞ്ഞ് അറിയാലോ വിധി. അത് നമ്മുടെ സുലൈമാനെ ജയിക്കൂ. ബെറ്റുണ്ടോ? 1000 rupees bet. അഗ്രീഡ്. ഓക്കെ. ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോടിന് ചോദിക്കുക. വെറുതെ കാശ് കളയണോ? വീം പഠിക്കാതെ പാടി ജയിക്കടാ. എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും. നമുക്ക് കാണാം. ആ, പടാ. ഉണ്ണി, ചെയർമാൻ വിളിക്കുന്നു.
എത്തിയോ? നിനക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയാ? സ്വന്തം മക്കള് മത്സരിക്കുമ്പോ തന്തയ്ക്കും തള്ളക്കില്ലേ ആദി? അതിന് ഞാൻ നിന്റെ തന്തയല്ലോ തള്ളയല്ലോ സമ്മതിച്ചു. എന്നാലും നിന്റെ കാര്യത്തില് എനിക്കിത്തിരി താല്പര്യം ഒന്ന് കൂടിക്കോളൂ. അതേ, ഈ സ്നേഹ മനസ്സിലായോ? ഈ സംഗീത കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഒരു ഇസ്ലാമും നമ്പൂതിരി തമ്മിൽ മത്സരിക്കണേ. അറിയോ? ഒരല്പം സ്വാർത്ഥം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നുള്ള പരിഗണന. എന്തായാലും നീ തന്നെ ജയിക്കണം. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസര കിട്ടണേ. അതും മഹാരഥന്മാരോടൊപ്പം. ഈ കോളേജിൽ നിന്നും ഒരു ബ്രാഹ്മണനെ അവിടെ എത്താൻ പാടുള്ളൂ. സാർ, സംഗീതം ദേവകലയാ. ബ്രാഹ്മണർക്ക് ദേവന്മാരുടെ തൊട്ടടുത്ത സ്ഥാനം. അത് മനസ്സിലാക്കാദ്യം. അത് പറയരുത് സാർ. പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയാ? ഗായകൻ യേശുദാസ് ഏതാ ജാതി? സക്കീർ ഹുസൈന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ? അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ടാവും. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞേ, നീ ജയിച്ചേ പറ്റൂ. ഒരു സംഗീത കോളേജിലെ ചെയർമാൻ ഒരിക്കലും വർഗീയവാദി ആകരുത്. ജാതി ചിന്ത വെടിഞ്ഞ് എന്നിൽ വിശ്വസിക്ക്, ഞാൻ ജയിക്കാം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. സുലൈമാൻ തോറ്റേ പറ്റൂ. വഴി ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സുലൈമാന്റെ പക്കമേളക്കാരെ സ്വാധീനിക്കണം. അവൻ പാടുമ്പോൾ ശ്രുതി തെറ്റണം. പെട്ടെന്ന് ശ്രുതി മാറിയാൽ എത്ര വലിയ സംഗീതജ്ഞനായാലും ഒന്ന് പതറും. അത്രയ്ക്കും വലിയൊരു എതിരാളിയാണ് സുലൈമാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. സുലൈമാന്റെ സംഗീത പാരമ്പര്യം എന്താണെന്നറിയോ എനിക്ക്? ഇല്ല. അവൻ സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഗുരുസ്ഥാനത്ത് അവന്റെ അമ്മ തന്നെയാ. സരിഗമ ഗരി സരിഗമ സരിഗമ ഗരി സരിഗരി സരിഗമ രിഗമ പമ ഗരി ഗമ ഗരി ഗമ പ ഗമ പദ പമ ഗമ പമ ഗമ പദ മപദ നിദ പ മപദ പ മപദ നി പദ നി സ നി ദ പദ നി ദ പദ നി സ സ നി ദ പദ നി ദ നി ദ നി ദ നി ദ പ നി ദ പമ പദ നി ദ പദ നി ദ പമ ദ പ മ ഗമ പ ദ പ മ പ ദ പ മ ഗ പമ ഗരി ഗമ പമ ഗമ പമ ഗരി മ ഗരി സരി ഗ മ ഗരി ഗ മ ഗരി സ ആ ആ ആ വിജയിക്കണേ ഈശ്വര. എന്റെ മോൻ പാടി ജയിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ നീ ഇരുന്ന് പാടുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. പിന്നെ പോകുന്നതിന് മുമ്പ് ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കണം. എന്താ, കാശ് വല്ലതും വേണോ? വേണ്ട. പിന്നെന്താ? ഇന്ന് കോളേജിൽ നടക്കുന്ന സംഗീത മത്സരത്തിൽ ജയിച്ച തഞ്ചാവൂര് ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം കിട്ടും. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? നീ അവിടെ എവിടെയും പോയി പാടി കിട്ടുന്ന കാശ് കൊണ്ട് വേണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ? കാശിനല്ലോ ബാപ്പ. ആ വേദിയിൽ പാടാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യ. എന്നെ അനുഗ്രഹിക്കണം. ഇല്ല, ഇക്കാര്യത്തിൽ നീ അത് പ്രതീക്ഷിക്കണ്ട. നീ പാട്ടും കൂത്തും ഒക്കെ നിർത്തി ബാപ്പായുടെ കൂടെ മരക്കച്ചവടത്തിനിറങ്ങ്. എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. എടാ, നിന്റെ ഈ പ്രായത്തിലെ എന്റെ ബാപ്പാന്റെ 10 കാശ് ഇറന്നു വാങ്ങിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. നിനക്കും ബാപ്പയ്ക്ക് കാശ് കാശ് ഈ ഒറ്റ ചിന്തയുള്ളൂ. മരക്കച്ചവടക്കാരന് സംഗീതം അറിയായിരുന്നെങ്കിൽ എന്റെ അമ്മയെന്ന് ലോക പ്രശസ്തയായനെ. മോനെ, അവൻ ഈ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ. ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ അവൻ ഓടിപ്പിടഞ്ഞെത്തിയത്. അത് കിട്ടാത്തതിലുള്ള ദേഷ്യ എന്തിനാ ഇങ്ങനെ പെരുമാറിയേ? ജീവിതത്തിൽ അവൻ തോൽക്കാതിരിക്കാൻ വാശിയുണ്ടാവാൻ. എന്താടാ ഇത്? അറക്കവാള് മരം മുറിക്കാൻ. വീണ ചെണ്ട പിടിക്കണ കയ്യില് മരം പിടിക്കാനുള്ള കഴിവുണ്ടോടാ കള്ള? എന്താ നിന്റെ മോത്തൊരു ഇക്കുമത്ത്? ഇക്കുമത്താ വല്ലായിക വയറ്റിന്ന് പോയിട്ടില്ല. ആന്റി പറമാഞ്ച് കഴിക്കടാ. നീ കുത്തിക്കളഞ്ഞ് ഈ എവിടെ പോണ്? ഈ എങ്ങോട്ടാന്ന് പറ, നമ്മൾ ജീപ്പി കൊണ്ടുവന്നാക്കാം. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ, ഞമ്മക്കൊരുത്തനെ പിടിക്കണ സ്ഥലമുണ്ട് സംഗീത കോളേജ്. വണ്ടിയിലോട്ട് തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. വേണ്ട, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. എന്താ ആന്റണി, പക്കമേളക്കാരൻ ശ്രുതി തെറ്റിച്ചല്ലോ. എന്തൊക്കെയോ കളിയുണ്ട്. എങ്കിലും സുലൈമാനെ ജയിക്കൂ. പോട്ടെ, നീയെ ജയിക്കൂ. Dear students,
ഇന്നിവിടെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇത് ചതിയാ. സുലൈമാനെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. സുലൈമാനെ, ഞാൻ എങ്ങനെ എന്റെ ബാപ്പയെ ഫേസ് ചെയ്യും? എന്റെ അമ്മയുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. ശ്രീലക്ഷ്മി വന്നേ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയണം. നീ ഒരു തുള്ളി പോലും അടിക്കാതെ ഞങ്ങക്ക് പാട്ട് തരികയെന്ന് വെച്ചാ പരമ ബോറാ കേട്ടോ. ബുദ്ധിയുള്ളവൻ കുടിക്കില്ല, കുടിപ്പിക്കേ ഉള്ളൂ. അതൊന്നും അല്ലടാ, ഇവൻ ശുദ്ധ ബ്രാഹ്മണനാ. പിന്നെ ഇറച്ചി മീനും വെട്ടി വീഴുന്ന എത്ര നമ്പൂരുകാരെ എനിക്കറിയാം. അതുകൊണ്ടൊന്നല്ലടാ, ഈശ്വരന്റെ വരദാന എനിക്ക് കിട്ടിയ സംഗീതം. അത് കളങ്കപ്പെടുത്താൻ ഞാനില്ല. ബെസ്റ്റ് ഡയലോഗ്. ഒന്നുകൂടി പറയാമോ? എഴുതിയെടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിന്റെ കഴുത്തി കെട്ടി തൂക്കാനാ. ഈശ്വരന്റെ വരദാനത്ര സംഗീതം അതേടാ. പക്ഷെ അതിന്മേലുള്ള വിജയം ഉണ്ടല്ലോ, ഒരുത്തനെ ചതച്ച് തോൽപ്പിച്ചിട്ടാവരുത്. മനസ്സിലായില്ല? നീ രാവിലെ ജയിക്കും തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ലടാ. നിനക്ക് കഴിവുണ്ടെങ്കിൽ പാടി ജയിക്കണം, അല്ലാതെ എതിരാളിയുടെ പക്കമേളക്കാർക്ക് കള്ളും കാശും കൊടുത്തിട്ടാവരുത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തന്തയില്ലാത്തരെ കാണിച്ചിട്ട് ചൊടിക്കുന്നതാ പട്ടി. നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ആന്റണി ഉണ്ണികൃഷ്ണനുമായിട്ട് ഉടക്കി. അവൻ ആന്റണിയെ കുത്തിയടാ. എന്നിട്ട് അവന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നിന്നേ, ഒരുത്തനെ കുത്തി മറത്തിട്ട് മുങ്ങാൻ നോക്കല്ലടാ. ഞാൻ എന്ത് ദ്രോഹാണോ നിന്നോട് ചെയ്തത്? വേണ്ട, ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നോടാ നീ ഇതൊക്കെ കാണിച്ച്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി തരുമായിരുന്നില്ലേ? ഈ നേട്ടൊന്നും ശാശ്വതമല്ലടാ, ശാശ്വതമല്ല. സുലൈമാനെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കേ. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ. നീ ഒരു പുല്ലും പറയണ്ടടാ ബാസ്റ്റർഡ്. സംസാരിച്ചിട്ട് കാര്യമില്ല. ആന്റണിക്ക് എന്തെങ്കിലും പറ്റിയാ